രാജസ്ഥാനിലെ ഒരു മന്ത്രി രാജിവെച്ചിട്ട് 6 മാസമായി, ഇതുവരെ രാജി സ്വീകരിച്ചില്ല. എന്താ സംഭവം? എനിക്ക് തോന്നുന്നത് BJP ആണ് അവിടെ ഭരിക്കുന്നത്. മന്ത്രി ഈ ഗോത്രവർഗത്തിൽ നിന്നുള്ള ആളാണ്. പേടിച്ചിട്ടായിരിക്കും എന്ന് വേണം കരുതാൻ. ഒരു മേഖലയിൽ വലിയ സ്വാധീനമൊക്കെ ഉള്ള ഒരാളാണ്. കൃഷിമന്ത്രി കിരോടി ലാൽ മീണ എന്നാണ് പേര്. കിരോടി ലാൽ മീണ കൃഷിമന്ത്രി ജൂണിൽ രാജിവെച്ചു. അദ്ദേഹം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിൽ വരാറില്ല. മന്ത്രിയുടെ പണിയും എടുക്കുന്നില്ല. അപ്പൊ ഖജനാവിന് നഷ്ടമല്ലേ ഇത്? മന്ത്രിയുടെ ശമ്പളമൊക്കെ കൊടുക്കുകയാണ്, കൈപ്പറ്റുന്നുണ്ട്. അദ്ദേഹം സാധാരണഗതിയിൽ കൈപ്പറ്റാൻ സാധ്യതയില്ല. പക്ഷേ എന്തെങ്കിലും ചെയ്യണമല്ലോ, കാരണം രാജ്യം സ്വീകരിച്ചിട്ടില്ലല്ലോ. അപ്പൊ മന്ത്രിയാണല്ലോ. ഈ മാസം ഈ അവിടുത്തെ സർക്കാർ 1 വർഷം പൂർത്തിയാക്കുകയാണ്. ഈ മുതിർന്ന ഗോത്ര നേതാവാണ് ഈ മീണ, കിരോടിലാൽ മീണ. അവിടുത്തെ ഈ മീണ എന്ന് പറയുന്ന സമുദായത്തിൽ നിന്ന് ഒരുപാട് ഉയർന്ന ആൾക്കാർ, IAS ഒക്കെ ഉള്ളതാണ് കേട്ടോ. ഇന്ത്യയിൽ കേരളത്തിലേക്ക് ഒരാൾ വന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ 73 വയസ്സ് ഉണ്ട്. BJPയുടെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പില് ദയനീയ പ്രകടനമായിരുന്നല്ലോ രാജസ്ഥാനില്. 25 സീറ്റ് ഉണ്ടായിരുന്നത് 14 കുറയോ ചെയ്തു എന്നാണ് ഓർമ്മ. അപ്പോൾ അതിനുശേഷമാണ് രാജിവെച്ചത്. കാരണം ഇദ്ദേഹത്തിന്റെ മേഖലയിലും പ്രകടനം ദയനീയമായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അതെ, 25 സീറ്റിൽ നിന്ന് 14 സീറ്റായിട്ട് കുറഞ്ഞിരുന്നു. അവിടെ കിഴക്കൻ രാജസ്ഥാനിൽ ഇങ്ങനെ പരാജയം ഉണ്ടാകാനായിട്ട് എൻ്റേതായിരുന്നു ഉത്തരവാദിത്തം എന്ന് ഈ കിരോടിലാൽ മീണ ഏറ്റു. എൻ്റെ ഉത്തരവാദിത്തം എനിക്ക് നിറവേറ്റാൻ പറ്റിയില്ല. ഞാൻ മോദിക്ക് വാക്ക് കൊടുത്തിരുന്നതാണ്, ഇവിടെയൊക്കെ നമ്മൾ ജയിക്കും എന്ന് പറഞ്ഞിട്ട്. അതെനിക്ക് നിറവേറ്റാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ രാജിവെക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് രാജിവെച്ചത്. രാജിക്ക് ശേഷം ഓഫീസിൽ പോയിട്ടില്ല, ഇതുവരെ ഓഫീസിൽ എത്തിയിട്ടില്ല, കാർ ഉപയോഗിച്ചിട്ടില്ല. ഈ മന്ത്രി വസതി ഉണ്ടല്ലോ, അതും ഉപയോഗിച്ചിട്ടില്ല. വളരെ മര്യാദയുള്ള ഒരാളാണ്, മാന്യനായ ഒരാൾ. അങ്ങനെയില്ല. ഇങ്ങനെ ഈ ആളുകൾ ഇപ്പോൾ കാണാറില്ല. മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ വിചാരിച്ചിട്ട് ഈ രാജി പിൻവലിച്ചിട്ടില്ല. ഇങ്ങനെ മീണ ഈ കേന്ദ്ര നേതൃത്വം വിചാരിച്ചിട്ടും പിൻവലിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. മന്ത്രിസഭാ യോഗത്തിന് എത്തുന്നില്ല. പക്ഷെ സെപ്റ്റംബറിൽ ഒരു മന്ത്രിസഭാ യോഗത്തിന് വന്നിരുന്നു പങ്കെടുക്കാനായിട്ട്. ഒരെണ്ണത്തിൽ സെപ്റ്റംബർ. അതെന്താണെന്ന് വെച്ചാൽ അങ്ങേർക്ക് താല്പര്യമുള്ളൊരു വിഷയം. ഈ തോൽവിയെ പറ്റിയൊക്കെ എന്തൊക്കെയോ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വന്നിരുന്നു. സർക്കാരിൽ ഇപ്പോൾ ഇങ്ങേര് എന്താണെന്ന് വെച്ചാൽ സർക്കാരിലൊരു വിസിൽ ബ്ലോവറായിട്ട് രൂപാന്തരപ്പെട്ടിരിക്കുക. സർക്കാരിൽ നടക്കുന്ന മോശപ്പെട്ട കാര്യങ്ങളൊക്കെ പരസ്യപ്പെടുത്തിക്കൊണ്ട് പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ശല്യവുമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ ജഗ്മോഹൻ മീണ, അദ്ദേഹവും രാഷ്ട്രീയത്തിലുണ്ട്. ഇപ്പോൾ അവിടെ ഇപ്പോൾ പല സ്ഥലത്തും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നില്ലേ? മറ്റേ ഉത്തർപ്രദേശിൽ 10, രാജസ്ഥാനിൽ 4, ബീഹാറിൽ ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ടാണ്, വെസ്റ്റ് ബംഗാളിൽ. അപ്പോൾ അവിടെ ദൗസ എന്ന് പറഞ്ഞ സ്ഥലത്തെ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഈ സഹോദരൻ തോറ്റുപോയി. ഒരു തോൽവി ലോക്സഭയിൽ നടന്നു. ഇപ്പൊ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെയും സഹോദരൻ തോറ്റുപോയി. ജഗ്മോഹൻ മീണ. ഈ ജഗ്മോഹൻ മീണയെ ദൗസ സീറ്റിൽ നിർത്തിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങനെയെങ്കിലും പിണക്കൊക്കെ ഒന്ന് പരിഹരിച്ചിട്ട് ഇങ്ങനെ രാജി പിൻവലിക്കട്ടെ. കാരണം കഴിഞ്ഞ ലോക്സഭാ സീറ്റിൽ ഈ സഹോദരൻ മീണയ്ക്ക് സീറ്റ് കൊടുത്താൽ കൊള്ളാം എന്ന് ഇദ്ദേഹത്തിനൊരു താല്പര്യം ഉണ്ടായിരുന്നു. അന്ന് സീറ്റ് നിഷേധിച്ചതാ. അപ്പൊ ഇപ്പോ കൊടുത്തതാണ്. ഇപ്പൊ ഇവരുടെ രണ്ടുപേരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെ മനഃപൂർവ്വം തോൽപ്പിച്ചതാണ് എന്നാണ് അവരുടെ ഇപ്പോഴത്തെ അഭിപ്രായം. അപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ചോദിച്ചിരുന്നു, ലോക്സഭയിലും സീറ്റ് ചോദിച്ചിരുന്നു. അപ്പോൾ ഈ സഹോദരന് കൊടുത്തില്ല. ഇത്തവണ കൊടുത്താൽ ശാന്തനാകും മീണ എന്ന് കരുതിയിട്ട് കൊടുത്തതാണ്. അപ്പോഴും തോറ്റു.
അപ്പൊ ഗ്രാമങ്ങളിൽ മീണ ക്യാമ്പ് ചെയ്ത് സഹോദരന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ചിരുന്നു. എന്നിട്ടും തോറ്റുപോയി. അപ്പൊ വ്യക്തിപരമായ ആ മേഖലയിലെ സ്വാധീനം കുറവ്. അതെ, അത് പക്ഷെ മനഃപൂർവ്വം തോൽപ്പിച്ചാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലോക്സഭ ഇതിലും അങ്ങനെ പറ്റിയല്ലോ. അപ്പോ ഈ പൊതുവെ ഈ ആളുകൾക്കൊക്കെ ആദരവുള്ള ഒരാളാണ് ഈ മീണ. അപ്പോ ഈ അദ്ദേഹത്തിന് പിണക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും പുറത്തു വരുമോ എന്നുള്ള ഭയമൊക്കെ പലർക്കും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. സെപ്റ്റംബറിൽ ഇങ്ങനെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞല്ലോ, ഒരെണ്ണത്തിൽ. അത് പങ്കെടുത്ത എന്താന്ന് വെച്ചാൽ അവിടെ പുതിയതായിട്ട് BJPക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായി, മദൻ റാത്തോഡ്. അപ്പൊ അദ്ദേഹം അപേക്ഷിച്ചിട്ടാണ് ഈ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തത്. പുതുതായിട്ടൊരു പ്രസിഡന്റ് വന്നതല്ലേ, അദ്ദേഹം അങ്ങേരെ ഒരു കാര്യം ആവശ്യപ്പെടുന്നു, ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് പോയതാണ്. 2021 ഈ സബ് ഇൻസ്പെക്ടർ നിയമനം നടന്നതിൽ കുംഭകോണം നടന്നു എന്നൊരു ആരോപണം ഈ മീണ ഉന്നയിച്ചിരുന്നു. അപ്പൊ ആ സബ് ഇൻസ്പെക്ടർ നിയമനങ്ങൾ റദ്ദാക്കുന്ന മന്ത്രിസഭാ യോഗമായിരുന്നു ഇത്. അപ്പൊ അദ്ദേഹം തന്നെ ഉന്നയിച്ചൊരു വിഷയം, ഒരു അഴിമതി പ്രശ്നം, അത് റദ്ദാക്കുകയാണല്ലോ, അതുകൊണ്ട് പങ്കെടുത്തതാണ്. അദ്ദേഹത്തിനും കൂടി എന്തെങ്കിലും പറയാനുണ്ടാവും എന്ന് വിചാരിച്ച് പങ്കെടുത്താണ്. ഈ മീണ ഇങ്ങനെ ആ SI നിയമനങ്ങൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു, അതുകൊണ്ട് പങ്കെടുത്താണ്. പിന്നെ ഈ മതം മാറ്റ നിരോധന ബില്ല് രാജസ്ഥാനിൽ വരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു. മതം മാറ്റം മുമ്പ് അവിടെ വിജയരാജ് സിന്ധ്യയുടെ സമയത്ത് ശ്രമിച്ചിട്ട് 2 തവണ നടന്നില്ല. എന്നിട്ട് അതിപ്പോ വീണ്ടും ഭജൻലാൽ ശർമ്മയുടെ കാലത്ത് വരുന്നു. ആ മന്ത്രിസഭാ യോഗത്തിലും പങ്കെടുത്തില്ല മീണ. അപ്പോൾ കൃഷി വകുപ്പിൻ്റെ യോഗങ്ങൾ ഇപ്പോൾ വിളിക്കുന്നത് ഈ മുഖ്യമന്ത്രി തന്നെയാണ്, ഭജൻലാൽ ശർമ്മ തന്നെയാണ് വിളിക്കുന്നത്. കൃഷി വകുപ്പിൻ്റെ അദ്ദേഹം തന്നെയാണ് വിളിക്കുന്നതും ഒക്കെ. അപ്പോൾ ഈ രാജസ്ഥാനിലെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുള്ളൊരു ഓഫീസർ ആയിരുന്നു ഈ ജഗ്മോഹൻ, സഹോദരൻ മീണ. അവിടുത്തെ രാജസ്ഥാൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉണ്ടല്ലോ, അതിൽ ചേർന്നിരുന്ന ഓഫീസർ. ഇവിടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉണ്ടല്ലോ, KS, അതുപോലെ അതിൽ ഓഫീസറായിരുന്നു ഈ സഹോദരൻ മീണ. അങ്ങേര് പറഞ്ഞു, എന്നെ പാർട്ടി തന്നെയാണ് തോൽപ്പിച്ചത് എന്ന് പരസ്യമായിട്ട് പറഞ്ഞു. ചേട്ടനെ നാറ്റിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ തോൽപ്പിച്ചത് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പോൾ അവിടെ ജയിച്ചത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസ് ജയിച്ച ഏക മണ്ഡലമാണ് ഈ ദൗസ, രാജസ്ഥാനിലെ ഉപതെരഞ്ഞെടുപ്പില്. അപ്പൊ DD ഭൈർവ എന്ന് പറഞ്ഞ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ജയിച്ചിരിക്കുന്നത്. ഈ ഭൈർവയുടെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ ഈ കിരോഡിലാൽ മീണയുടെ സ്വാധീനം ആ മേഖലയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ജയിച്ചത്. അദ്ദേഹത്തിന്റെ സ്വയം വിലയിരുത്തലല്ലേ, അദ്ദേഹത്തിന്റെ ഒക്കെ കാലഘട്ടം തീർന്നു എന്നാണ് ഈ കോൺഗ്രസ്സുകാരൻ്റെ അഭിപ്രായം, ജയിച്ച കോൺഗ്രസ്സുകാരൻ്റെ. മീണ പറയുന്നത്, ഞാനിപ്പം മന്ത്രി ആണെങ്കിലും അല്ലെങ്കിലും ഒരാളെയും പിന്നിൽ നിന്ന് കുത്തില്ല, അതാരും ഭയക്കണ്ട. ഞാൻ മഹാറാണ പ്രതാപിനെ പോലെയാണ്, നേർക്ക് നേർ യുദ്ധം ചെയ്യുന്ന ആളാണ്, പിന്നിൽ നിന്ന് കുത്തില്ല എന്നാണ് പറഞ്ഞ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിസിൽ ബ്ലോവറാന്ന് പറഞ്ഞല്ലോ, എന്തെങ്കിലുമൊക്കെ അവിടെ മന്ത്രിസഭയ്ക്കകത്തോ പാർട്ടിക്കകത്തോ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇനി പരസ്യമായിട്ട് പറയും എന്ന് പറഞ്ഞാണ്. പക്ഷേ ഈ BJP മന്ത്രിസഭയിൽ ഇങ്ങനൊരു മന്ത്രി ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുമ്പോഴേ ഒരുപക്ഷെ ഇത്രയും കാലമായിട്ടും കുറച്ചുകൂടെ മുതിർന്ന നേതാക്കളോ കേന്ദ്ര നേതൃത്വത്തിലുള്ള ആൾക്കാരോ ഒക്കെ ഇടപെടേണ്ടതല്ലേ? ഇടപെട്ടതാണ്, കേന്ദ്ര ഹൈക്കമാൻഡ് ഇടപെട്ടതാണെന്നൊക്കെ റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. അവിടുത്തെ BJP സംസ്ഥാന പ്രസിഡന്റ് സംസാരിച്ചതാണല്ലോ. അതെ, അല്ല എന്നിട്ടും ഇത് മുഖ്യമന്ത്രി സംസാരിച്ചാണല്ലോ. പക്ഷെ ഈ മീണ എന്ന് പറയുന്ന ആള് സന്ദീപ് വാര്യരെ പോലെ ഒരാളല്ല. അതുകൊണ്ടല്ലേ ജനസ്വാധീനമൊക്കെ ഉള്ള ഒരാളാണേ. പ്രത്യേകിച്ച് മീണ എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗോത്ര വർഗമാണ്, അവര് സമുദായമാണ്.
അവർ വളരെ ലിറ്ററേറ്റ് ആയ ആളുകളാണ് അവർ, സാക്ഷരർ. ഇതിൽ തന്നെ സഹോദരൻ ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ഉണ്ടായിരുന്നല്ലേ, നമ്മുടെ നാട്ടിൽ തന്നെ, കേരളത്തിൽ തന്നെ, കേരള കേഡറിൽ കുറെ പേര് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചോദിക്കാൻ പറ്റുന്നത്, ഇപ്പം ഈ 6 മാസം കഴിഞ്ഞ് ഇത്ര കാലം കഴിഞ്ഞിപ്പം ഇതിൽ യോഗത്തിൽ പങ്കെടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് പോലും ആൾക്കാരെ ഒഴിവാക്കില്ലേ? അപ്പൊ ഈ മന്ത്രിസഭാ യോഗത്തിൽ തുടർച്ചയായി പങ്കെടുക്കാതിരുന്നാൽ ഇങ്ങനെ ഇന്ത്യയിൽ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. ഏതായാലും മുൻകാല ചരിത്രം ഒരാള് രാജിവെച്ച് കഴിഞ്ഞാല് അയാൾ അതിൽ ഇൻസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ രാജി സ്വീകരിക്കുക. ആ 1 ദിവസം 2 ദിവസം കൊണ്ടൊക്കെ തീരും. 6 മാസമൊക്കെ നീണ്ടുപോയൊരു ചരിത്രം നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇങ്ങനെ ഇല്ല. അതുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചത്. പാർട്ടിക്ക് ഇദ്ദേഹത്തിനെ ഒഴിവാക്കാമല്ലോ. അതെ, പക്ഷെ ഇപ്പോൾ പുലിവാലായിരിക്കുകയാണ്. സഹോദരൻ സീറ്റ് കൊടുത്താണ്, എന്നാ പിന്നെ ജയിപ്പിക്കായിരുന്നില്ലേ? ജയിപ്പിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ തിരിച്ചു വന്ന് മന്ത്രിയായേനെ, പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്തു, പ്രശ്നം ചിലപ്പോൾ പരിഹരിച്ചേനെ. പക്ഷെ ഇപ്പോ കൂനിൽമേൽ കുരു എന്ന് പറഞ്ഞ പോലെ പാർട്ടിയാണ് തോൽപ്പിച്ചിരിക്കുന്നതെന്നാണ് ഇവരുടെ വാദം. അത് തിരുത്താൻ പെട്ടെന്ന് പറ്റുകയില്ല, പെട്ടെന്ന് പറ്റില്ല. പക്ഷെ ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ഇത്തരം സംഗതികൾ മുറിച്ച് മാറ്റുക തന്നെയാണ് രാഷ്ട്രീയ കക്ഷികളിലൊക്കെ ചെയ്യേണ്ടത്. കൂട്ടത്തിൽ നോക്കുമ്പോൾ ഈ രാജസ്ഥാനിൽ ജൂനിയർ ആയിട്ടുള്ള ഒരാളാണല്ലോ മീണക്ക് 73 വയസ്സായില്ലേ? അദ്ദേഹത്തിന്റെ ഒക്കെ നേതാവായിട്ട് കണ്ടിരുന്ന ഒരാളല്ലേ ഈ മീണ. മാത്രമല്ല വലിയ കുഴപ്പക്കാരനുമല്ല, മര്യാദക്കാരനാണ്. ഇപ്പൊ തന്നെ കാറും ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പൊ എന്താ വെച്ചാൽ നടപടി ഉണ്ടാവും എന്നുള്ള ഉറപ്പല്ലേ ഉടനെ തന്നെ. ഇനിയും നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല. 6 മാസം കഴിഞ്ഞ സ്ഥിതിക്ക് ഒന്നുകിൽ ഈ പറഞ്ഞ മുറിച്ചു മാറ്റൽ, അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പ്, അല്ലെങ്കിൽ പുതിയ കൃഷിമന്ത്രിയോ ഒക്കെ കാര്യങ്ങളൊക്കെ അവിടെ വേണ്ടതല്ലേ. ആ കൂട്ടത്തിൽ നിന്ന് ഇതുപോലൊരു ആളെ കണ്ടുകിട്ടാത്തത് കൊണ്ടുള്ള ഈ വെള്ളം കുടിക്കുകയാണ്. അങ്ങനെ ഒരു പാർട്ടി ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടേ ഇങ്ങനെ കാര്യമില്ല. കാരണം ഈ അദാനിയൊക്കെ അദ്വാനിയൊക്കെ നിൽക്കുമ്പോഴല്ലേ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്. മുരളി മനോഹർ ജോഷി എത്രയോ സ്റ്റാൽവേർഡ്സിനെ BJP കൈകാര്യം ചെയ്തിട്ടില്ലേ? പിന്നെന്താണ് ഇതിലൊരു ബുദ്ധിമുട്ട്? നമുക്ക് കാത്തിരിക്കേണ്ടി വരും അല്ലേ എന്ത് സംഭവിക്കുന്നറിയാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.